മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിലും ഉടമ NK രാജുവിന്റെ വീട്ടിലുമടക്കം ED റെയ്ഡ് നടന്നു. ഈ ധനകാര്യ സ്ഥാപനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിക്ഷേപമുള്ളതായി ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ പശ്ചാത്തലത്തിൽ റെയ്ഡിന് കൂടുതൽ മാനങ്ങളുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ റിമാൻഡ് കൊല്ലം വിജിലൻസ് കോടതി നീട്ടി. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് നടപടിയൊക്കെ ഉണ്ടായതിനു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിലേക്ക് അന്വേഷണവുമായി എത്തുന്നത്. ED കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള കേരള കോൺഗ്രസ് മുൻ നേതാവ് NM രാജുവിന്റെ വീട്, അതുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, സ്ഥാപനത്തിന്റെ തിരുവല്ലയിലെ ഓഫീസ്, അതോടൊപ്പമുള്ള ചില കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലാണ് EDയുടെ റെയ്ഡ് നടത്തിയത്. ഇതോടൊപ്പം ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളിലാണ് പ്രധാനപ്പെട്ട അന്വേഷണമെങ്കിലും ഈ കേസിന് മറ്റു ചില മാനങ്ങൾ കൂടിയുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ചില സ്വകാര്യ ബാങ്കുകളിലടക്കം കോടികളുടെ നിക്ഷേപമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യ ചോദ്യം ചെയ്യലിൽ ഇത് സമ്മതിച്ചിരുന്നില്ലെന്നും പിന്നീടാണ് ഇക്കാര്യങ്ങൾ SITക്ക് മുൻപാകെ വെളിപ്പെടുത്തിയതെന്നും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ബാങ്ക് തകർന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അദ്ദേഹം പോയില്ല എന്ന കാര്യവും വ്യക്തമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാതിയുമായി പോയില്ല എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിക്ഷേപമുള്ള ബാങ്കുകളിലൊന്നാണ് ഇത് എന്ന വിവരമാണ് EDക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ED വൃത്തങ്ങൾ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആ കുറ്റകൃത്യത്തിൽ നിന്ന് പ്രതികളടക്കം സമ്പാദിച്ചിട്ടുള്ള പണം, ആ പണം പോയ വഴി, ഇതാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന റെയ്ഡിലും അന്വേഷണത്തിലും സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വെളിപ്പെടും. തന്ത്രി അടക്കം നിക്ഷേപിച്ചിട്ടുള്ള പണം അത് എവിടെ നിന്ന് വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സൂചനകൾ ലഭിക്കും, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ കൂടി ലഭിക്കും എന്ന കാര്യമാണ് ED വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് ഏകദേശം 150-ലധികം ശാഖകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ പരാതി വന്നു. അതിനുശേഷം ഈ NM രാജുവും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്ത ഒരു വിഷയമാണ്, ഒരു കേസാണിത്. അതിനുശേഷം ഏറെ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ED ഇതിൽ കേസെടുത്ത് മുന്നോട്ട് വരുന്നത്. അതും പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കൊള്ള കേസടക്കം സജീവമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലും. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.